സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. പ്രവാചക സ്നേഹത്തിന്റെ സന്ദേശം പകർന്ന് SYS ഒറ്റപ്പാലം സോൺ കമ്മിറ്റിയുടെ സ്നേഹലോകം തിരുനബി പഠനം ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. SYS ഒറ്റപ്പാലം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന സ്നേഹലോകം തിരുനബി പഠന പരിപാടി സംഘടിപ്പിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷറഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് കുഞ്ഞുമൊയ്തു അൽ ഹസനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുശാവറ അംഗം മുഹമ്മദ് മുസ്ലിയാർ മണ്ണൂർ പതാക ഉയർത്തി. തക്കിയുദ്ദീൻ തങ്ങൾ ഹൈദ്രൂസി ദുവാക്ക് നേതൃത്വം നൽകി. വിവിധ സെക്ഷനുകളിലായി നടന്ന പഠന ക്ലാസുകളിൽ മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ മുസ്തഫ പി എറാക്കൽ ക്ലാസ് എടുത്തു. ഉസ്വത്തുൻ ഹസന എന്ന വിഷയത്തിൽ സമസ്ത ജില്ലാ സെക്രട്ടറി MV സിദ്ദിഖ് സക്കാഫിയും ക്ലാസ് എടുത്തു. PC സിദ്ദിഖ് സക്കാഫി അരിയൂർ, മുഹമ്മദ് പറവൂർ എന്നിവർ തിരുനബിയുടെ കർമ്മഭൂമിക, നബി സ്നേഹത്തിന്റെ മധുരം എന്നീ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന മനുഷ്യകാവ്യം എന്ന ശീർഷകത്തിലുള്ള സെമിനാറിൽ സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ, കഥാകൃത്ത് പ്രദീപ് പേരശന്നൂർ, ജില്ലാ ഫിനാൻസ് സെക്രട്ടറി യാക്കൂബ് പൈലിപ്പുറം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ആത്മീയ സംഗമത്തിൽ മതപ്രഭാഷകൻ ഇബ്രാഹിം സക്കാഫി താത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. SYS ജില്ലാ സെക്രട്ടറിമാരായ VP മുഹമ്മദ്, റിനീഷ്, T മുജീബ് പാവുക്കോണം, ഡോക്ടർ TM നാസർ, K ഇസ്മായിൽ, C മുഹമ്മദ്, അബ്ദുൾ ഹമീദ് അൻവരി, ജസീർ സക്കാഫി, സഹദ് വരോട്, നൌഫൽ പാവുക്കോണം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നിമിഷ നേരത്തെ പ്രവർത്തനമാണ്. ഒരു നിമിഷ നേരത്തെ പ്രവർത്തനം, അതായത് നിമിഷപ്രിയ എന്ന ഒരു വിഷയമുണ്ടായി. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ AP ഉസ്താദിന്റെ ഒരു നിമിഷ നേരത്തെ ഇടപെടലാണ് ആ പേരൊത്തു വന്നതാണ്. രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന് ദിയ, മറ്റൊന്ന് ദയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ ആശയമാണ്. എന്താ സംഭവിച്ചത്? രാജ്യത്തിന് നയതന്ത്ര ബന്ധമില്ലാത്ത യമൻ, അവിടെ കുറ്റവാളിയായി വിചാരണ ചെയ്യപ്പെട്ടു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരി. ആ സഹോദരിയെ കുറിച്ച് വന്യരായ ഉസ്താദ് അറിയാൻ ഇടവരുന്നു. സ്വാഭാവികമായി എന്ത് ചെയ്യാം? അവഗണിക്കാം. പക്ഷേ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന ഉസ്താദിനെ പോലുള്ള ഒരാൾക്ക് അത് അവഗണിക്കാൻ സാധ്യമല്ല. കാരണം ഈ മതം പഠിപ്പിച്ചിരിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് ഇടപെടാനാണ്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനാണ്.